എറണാകുളം നോർത്ത് കലാഭവൻ റോഡിൽ പ്രവർത്തിക്കുന്ന മോക്ഷ എന്ന ആയുർവേദിക് ക്ലിനിക്കിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വലിയൊരു പെൺവാണിഭ സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 8 സ്ത്രീകളും 4 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഉടമയായിട്ടുള്ള പ്രവീൺ സോദൻ എന്ന എരുമേലി സ്വദേശിയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും പിടികൂടിയിട്ടുള്ള 8 പെൺകുട്ടികളെയും 4 പുരുഷന്മാരെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ ഒരു തമിഴ്നാട് സ്വദേശിനിയും ബാക്കി എല്ലാവരും മലയാളികളുമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടികളെല്ലാം ഇവിടെ തെറാപ്പിസ്റ്റുകളായിട്ട് ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ആ തെറാപ്പിസ്റ്റിന്റെ മറവിൽ ഇവിടെ നടത്തിയത് അനാശാസ്യ പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മോക്ഷ ക്ലിനിക് എന്ന ഈ സ്ഥാപനത്തിലാണ് വലിയ രീതിയിൽ പെൺവാണിഭ സംഘം ഇവിടെ വലിയ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു മാസം ഏകദേശം 1 കോടിയിൽ പരം രൂപയുടെ ടേൺ ഓവർ ഈ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇത് മനസ്സിലാക്കിയത്. നാട്ടുകാർ പറയുന്നത് ഇവിടെ വലിയ ശല്യമാണ്. ഒരുപാട് കാറുകളും മറ്റുമൊക്കെ വന്ന് ഈ ഇടറോഡുകളിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ഇടപാടുകാരായി എത്തും. ആ സമയത്തൊക്കെ നാട്ടുകാർക്കൊക്കെ വലിയ തലവേദനയായിരുന്നു. നാട്ടുകാരുടെ പരാതിയിൽ നേരത്തെ 2 മാസം മുമ്പ് പോലീസ് ഇവിടെ എത്തി റെയ്ഡ് നടത്തിയതാണ്. പക്ഷേ ആ റെയ്ഡിന് ശേഷവും അവർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് പോലീസ് ഇവിടെ റെയ്ഡ് നടത്തി ഇവരെയൊക്കെ പിടികൂടുന്നത്. ഈ യുവതികളൊക്കെ വീടുകളിൽ പറഞ്ഞിരുന്നത് ഇവർ എറണാകുളത്ത് ഈ തെറാപ്പിസ്റ്റുകളായി അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ജോലി ചെയ്ത് വന്നത്. പക്ഷേ ഈ മോക്ഷ എന്ന ക്ലിനിക്കിൽ ഇവർ നടത്തിയത് അനാശാസ്യ പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.